ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് നമ്മുടെ പാർട്ട്ണർ നമ്മളോട് പുറമെ ഭയങ്കരമായിട്ട് സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ അവർക്ക് നമ്മളോടുള്ളത് വെറുപ്പാണ് എന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന കുറച്ച് സൈനുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ആ പോയിന്റ്സുകൾ നോക്കിയിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ പാർട്ട്ണർ ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ ആയിക്കോട്ടെ, അപ്പോൾ അവർക്ക് നിങ്ങളോടുള്ളത് ശരിക്കും സ്നേഹമാണോ അതല്ലെങ്കിൽ അവർ നിങ്ങളോട് ആക്ട് ചെയ്യാണോ അതായത് അഭിനയിക്കുകയാണോ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മുടെ പോയിന്റ്സ് എന്നുള്ളത്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മുഖത്ത് അല്ലെങ്കിൽ കണ്ണിൽ നോക്കി സംസാരിക്കാനായിട്ട് ഒരു വിമുഖത അവർ കാണിക്കുന്നു എന്നുള്ളതാണ്. അതായത് മുഖത്തോ അല്ലെങ്കിൽ കണ്ണിൽ അവർ നോക്കി സംസാരിക്കാതിരിക്കുക. സാധാരണ നമ്മൾ കണ്ണിൽ നോക്കി സംസാരിക്കുന്നത് സത്യസന്ധത അതിൻ്റെ ഒരു സൈനാണ്. അതേപോലെ തന്നെയാണ് നമുക്ക് ഇഷ്ടമുള്ള ആളുകളോട് നമ്മൾ കണ്ണിൽ നോക്കിയിട്ടാണ് സംസാരിക്കാറുള്ളത്. പക്ഷെ ഇങ്ങനെ അവർ ചെയ്യുന്നില്ലെങ്കിൽ, അതായത് കണ്ണിൽ നോക്കി സംസാരിക്കുന്നില്ല, നിങ്ങളോട് തന്നെയാണ് സംസാരിക്കുന്നത് പക്ഷെ വേറെ എങ്ങോട്ടൊക്കെയാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഒന്നില്ലെങ്കിൽ അവർ നിങ്ങളിൽ നിന്ന് എന്തൊക്കെയോ ഹൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളോട് എങ്ങനെയും നിങ്ങളെ ഫേസ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ മാക്സിമം നിങ്ങളുമായിട്ട് സംസാരിക്കുന്ന അവസരങ്ങൾ ഒഴിവാക്കുക, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. മീൻസ് നിങ്ങളോട് തീരെ താല്പര്യമില്ല, നിങ്ങളെ കാണണ്ട എന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിലുള്ളത് കൊണ്ടാണ്, മാക്സിമം അവോയ്ഡ് ചെയ്യണം ആ ഒരു തോന്നലൊക്കെ അവരുടെ മനസ്സിൽ വരുന്നത് കൊണ്ടാണ് ഈ രീതിയിൽ നിങ്ങളോട് കണ്ണിലോ മുഖത്തോ നോക്കി സംസാരിക്കാതിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒന്നിച്ചിരിക്കാനുള്ള ആ ഒരു അവസരങ്ങൾ ഉണ്ടെങ്കിൽ അത് മാക്സിമം അവർ ഒഴിവാക്കുന്നു എന്നുള്ളതാണ്. ഒന്നിച്ചിരിക്കാൻ വളരെയധികം മടി കാണിക്കുന്നുണ്ടായിരിക്കും. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഒരുമിച്ചിരിക്കണം എന്നവർക്ക് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ മിക്കവാറും ഇവരുടെ കൂടെ ഞാൻ ഇരിക്കേണ്ടി വരും എന്നൊക്കെ നേരത്തെ കുട്ടി മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയം എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ വേണ്ടി പല കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ടാവും എന്നുള്ളതാണ്. കാരണം ആ പാർട്ട്ണറോട് വല്ലാത്തൊരു അരിശം വെറുപ്പൊക്കെ മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ ഒപ്പം ഇരിക്കാനായിട്ട് തീരെ താല്പര്യം തോന്നുന്നുണ്ടാവില്ല. അപ്പോൾ അത്തരത്തിൽ അവർക്ക് നിങ്ങളോട് വല്ലാത്തൊരു ഇഷ്ടക്കേട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അടുത്ത് ഇരിക്കാനായിട്ട് ശ്രമിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ റെയർ ആയിട്ട് മാത്രമേ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുമിച്ചിരിക്കാനുള്ള സാഹചര്യങ്ങൾ കിട്ടുന്നുണ്ടായിരിക്കുള്ളൂ. അതല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ വരുന്നുണ്ട്, അതിനുള്ള എന്തെങ്കിലുമൊക്കെ വഴികൾ ഉണ്ടെങ്കിൽ പോലും അവരായിട്ട് ആ വഴികൾ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവും. ഇത്തരത്തിൽ ഒരുമിച്ചിരിക്കാൻ അവർ മടി കാണിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥവും അവരുടെ ഉള്ളിൽ നിങ്ങളോടുള്ളത് വെറുപ്പാണ് എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഒരു സൈൻ എന്ന് പറയുന്നത് വാക്കുകളിലും പ്രവൃത്തികളിലും അടുപ്പമില്ലായ്മ. അതായത് ഇപ്പൊ അവരെന്തെങ്കിലും കാര്യങ്ങൾ പറയുകയാണെങ്കിലും ചെയ്യുകയാണെങ്കിലും അതിൽ സ്നേഹമില്ല എന്നൊരു തോന്നൽ നമുക്ക് വരാം. ചിലപ്പോൾ ഇവരൊക്കെ ചില സമയങ്ങളിൽ ഇവരുടെ പ്രവൃത്തികൾ വളരെയധികം സ്നേഹം ഉണ്ടെന്ന് തോന്നുന്നുണ്ടാവാം, പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് സ്നേഹമില്ല എന്നായിരിക്കും തോന്നുന്നുണ്ടാവാം. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ തന്നെ ഇവരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ സ്നേഹം ഇഷ്ടം കാണിക്കാനുള്ള സാഹചര്യങ്ങൾ മാക്സിമം കുറയ്ക്കുകയാണ് ചെയ്യുക. അതായത് എങ്ങനെയാണ് അവർക്ക് നിങ്ങളോട് സ്നേഹം കാണിക്കാതിരിക്കാൻ പറ്റുക എന്നുള്ള രീതിയിലായിരിക്കും അവർ നോക്കുന്നുണ്ടാവുക. പക്ഷെ വേറൊരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ വാക്കുകളിൽ സ്നേഹം ഉണ്ടായിരിക്കാം പക്ഷെ പ്രവൃത്തികളിൽ അത് കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് തന്നെ വളരെയധികം ഒരു കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു സാഹചര്യം വരാം. അതായത് ഇവർക്ക് എന്നോട് സ്നേഹമുണ്ടോ ഇല്ലേ എന്നുള്ള ഒരു കൺഫ്യൂഷൻ നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ അവരുടെ വാക്കുകളിലോ പ്രവൃത്തികളിലോ ഒരു ചേരായ്മ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ അടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇങ്ങനെയും അവരുടെ ഭാഗത്ത് നിന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ അതും നിങ്ങളോട് ഉള്ളിൽ വെറുപ്പുണ്ട് എന്നുള്ളതിന്റെ മറ്റൊരു സൈനാണ്. ഇനി നാലാമത്തെ സൈൻ എന്ന് പറയുന്നത് അസ്വസ്ഥതയും ദേഷ്യവുമാണ്. അതായത് നിങ്ങൾ എപ്പോഴാണ് നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്ത് പോകുന്നത് ആ സമയത്തൊക്കെ അവർക്ക് വല്ലാത്തൊരു ദേഷ്യവും വെറുപ്പും അസ്വസ്ഥതയും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. അത് അവർ പ്രകടമാക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പോകുമ്പോഴത്തേക്കും തന്നെ ചിലപ്പോൾ അവർ തിരിഞ്ഞിരിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ തിരിഞ്ഞ് കിടക്കുന്നുണ്ടാവും. അപ്പൊ ആ രീതിയിലൊക്കെ പെരുമാറ്റങ്ങളൊക്കെ അവരുടെ ഭാഗത്തു നിന്ന് കാണാൻ പറ്റും. അതായത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ഞാൻ പോകുന്നത് ഇവർക്ക് വല്ലാണ്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത്. ഒന്നില്ലെങ്കിൽ മുഖം ചെറുതായി ഒന്ന് ചുളിയുന്നുണ്ടാവും, മീൻസ് മുഖം മാറുന്നുണ്ടായിരിക്കും. ഒരു എക്സ്പ്രഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനെ അല്ലെങ്കിൽ പ്രവൃത്തികളിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഇനിയിപ്പോൾ അതും അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറിയിട്ട് അവർ പോകാൻ ശ്രമിക്കുന്നുണ്ടാവും. അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾ അടുത്ത് പോകുമ്പോൾ തന്നെ അവർക്ക് വല്ലാത്തൊരു വെറുപ്പോ ദേഷ്യമോ എന്തൊക്കെയോ ഒരു അവസ്ഥയൊക്കെയാണ് അവരുടെ ഫേസിൽ അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റത്തിൽ കാണുന്നതെന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് മനസ്സിലാക്കാം വെറുപ്പ് അവരുടെ മനസ്സിൽ നല്ല രീതിയിൽ ഉണ്ട് എന്നുള്ളത്. ഇനി അഞ്ചാമത്തെ സൈൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു കാര്യം അവരെ സ്വാധീനിക്കില്ല എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന വിജയങ്ങൾ, പരാജയങ്ങൾ, ദുഃഖങ്ങൾ, സങ്കടങ്ങൾ ഇതിലൊന്നും അവർക്ക് യാതൊരു വികാരവും ഉണ്ടായിരിക്കില്ല. നിങ്ങളുടെ സന്തോഷം, ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സന്തോഷം ഉണ്ടായി കഴിഞ്ഞാൽ അവർക്കത് യാതൊരു പ്രശ്നമല്ല. അതായത് അത് അവളുടെ കാര്യം അല്ലെങ്കിൽ അയാളുടെ കാര്യമാണ്, അത് അവരുടെ ലൈഫായിട്ട് പോയിക്കോളും എന്ന് വിചാരിക്കും. ഇനിയിപ്പോൾ വിഷമാണെന്നുണ്ടെങ്കിൽ പോലും അതിൽ ഇടപെടാനോ അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനോ ഒരു മുൻകൈ ആ പേഴ്സൺ എടുക്കുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. ഇത്തരത്തിൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന എന്തൊക്കെ സാഹചര്യങ്ങളാണെങ്കിലും
നിങ്ങൾക്ക് ഉണ്ടാവുന്ന എന്തൊക്കെ ഇമോഷൻസ് ആണെന്നുണ്ടെങ്കിലും അതിനൊന്നും പ്രത്യേകിച്ച് യാതൊരു പ്രാധാന്യം അവർ തരുന്നുണ്ടായിരിക്കില്ല. അതേപോലെ തന്നെ നിങ്ങളുടെ ഒരു രീതിയിലുള്ള വിജയത്തിലും അതേപോലെ പരാജയത്തിലും ഒന്നിലും അവർക്ക് യാതൊരു വികാരവും ഉണ്ടാവില്ല, ഒരു മാറ്റവും ആ പേഴ്സണിൽ കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. ഈ ഒരു സൈനും കാണുകയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അവർക്ക് നിങ്ങളോട് വല്ലാത്ത വെറുപ്പുണ്ട്. പക്ഷെ അവർ പുറമെ സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിൽ അത് കപടമാണ്, അതായത് അഭിനയിക്കുകയാണ് എന്നുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോക്കിക്കൊണ്ട് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവർക്ക് നിങ്ങളോടുള്ളത് യഥാർത്ഥമായിട്ടുള്ള, അതായത് ജെന്യൂൻ ആയിട്ടുള്ള സ്നേഹമാണോ അതോ ജസ്റ്റ് അവര് പുറമെ നിങ്ങളോട് സ്നേഹം ഉണ്ടെന്ന് കാണിക്കും, ഒന്നില്ലെങ്കിൽ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരോ ചുറ്റുമുള്ളവരൊക്കെ അത്തരത്തിൽ വിശ്വസിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം പുറമെ സ്നേഹമുണ്ട് എന്ന് കാണിക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ ഉള്ളിൽ വല്ലാത്ത വെറുപ്പുണ്ട്, നല്ലത് തുറന്നു പറയുന്നുമില്ല, അങ്ങനെയൊക്കെ ആയിരിക്കാം. അപ്പോൾ ഈ പറയുന്ന സൈനുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് ഉറപ്പാക്കുക അവർക്ക് നിങ്ങളോടുള്ള ഇമോഷൻ എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണിതെന്ന് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം. അതേപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുറച്ച് പേരൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മറ്റുള്ള വീഡിയോസൊക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ മാത്രമാണ് നമ്മൾ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്